നമസ്കാരം, എല്ലാവർക്കും ഷേർലീസ് മൈക്രോ കിച്ചണിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് ഒരു ഗ്രീൻ പീസ് കറിയാണ്. ഗ്രീൻ പീസ് കറി പല രീതിയിൽ നമ്മൾ പ്രിപ്പയർ ചെയ്യും. മസാല കറി ഉണ്ടാക്കും, ഗ്രീൻ പീസ് കുറുമ ഉണ്ടാക്കും. പക്ഷേ ഞാനിന്ന് പ്രിപ്പയർ ചെയ്യുന്നത് മസാലകളുടെ ഒന്നും ഒരു കുത്തുമില്ലാതെ ഒരു സ്റ്റൂ ടൈപ്പാണ്. കുരുമുളക് പൊടി മാത്രമാണ് ഇതിൽ ആഡ് ചെയ്യുന്നത്. ഇത് നമുക്ക് അപ്പം, ഇടിയപ്പം, ചപ്പാത്തി എല്ലാത്തിൻ്റെ കൂടെ നന്നായിട്ട് പോകുന്ന ഒരു കറിയാണ്. നമ്മുടെ കറി പ്രിപ്പറേഷനിലേക്ക് പോകാം. അതിനു മുമ്പ് ആരെങ്കിലും ഈ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവേത് നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ ഉറപ്പായിട്ടും സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ ലൈക്കും കമൻസും ഒക്കെ അറിയിക്കാനും മറക്കരുത്. ഞാനിവിടെ ഒരു എംറ്റി ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഒരു കപ്പ് ഉണക്ക ഗ്രീൻ പീസാണ് ഇനി ഇട്ട് കൊടുക്കുന്നത്. ഇത് രാത്രി തന്നെ നമുക്കിത് സോക്ക് ചെയ്ത് വെക്കാം, എന്നാൽ മാത്രമേ ഇത് നല്ലതുപോലെ ഒന്ന് കുതിർന്ന് വരത്തുള്ളൂ. ഞാനിപ്പോൾ ഒരു കപ്പ് ആഡ് ചെയ്തിട്ട് അത് ആവശ്യത്തിന് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഞാനിവിടെ ഓവർനൈറ്റ് വെച്ചേക്കാൻ പോവുകയാണ്. നമ്മുടെ സ്റ്റൂവിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇവിടെ 2 പച്ചമുളക് ഞാൻ എടുത്തിട്ടുണ്ട്, ഒരു മീഡിയം സൈസിലുള്ള സവാള, ഒരു മീഡിയം സൈസിലുള്ള പൊട്ടറ്റോ, ഒരു 7-8 ബീൻസ്, പിന്നീട് ഒരു ക്യാരറ്റിൻ്റെ ഒരു 1/4 ഭാഗമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. വെജിറ്റബിൾസൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. പിന്നീട് ഞാൻ എടുത്തിരിക്കുന്ന ഒരു 2 ചെറിയ വെളുത്തുള്ളിയാണ്. വെളുത്തുള്ളി എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ ഗ്രീൻ പീസ് കുക്ക് ചെയ്യുമ്പോൾ നമുക്ക് അതിലിടാനാണ്. എക്സസ് ഗ്യാസൊക്കെ ഉണ്ടെങ്കിൽ അത് പോകാൻ വേണ്ടിയാണ് നമ്മളങ്ങനെ ചെയ്യുന്നത്. ഇനി ഇതിലേക്ക് ഒരു അര തക്കാളി മതി. അതൊരു ചെറിയ തക്കാളിയുടെ ഒരു അരഭാഗം മതി. ഒരുപാട് പുളി നമ്മുടെ സ്റ്റൂവിന് ആവശ്യമില്ല, അതുകൊണ്ടാണ്. നമുക്ക് നമ്മുടെ ഗ്രീൻ പീസ് കുക്ക് ചെയ്തെടുക്കാം. ഒരു കുക്കറിലേക്ക് നമ്മുടെ സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ഗ്രീൻ പീസ് ഇനി നമുക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മൾക്ക് ആവശ്യത്തിന് വെള്ളമാണ് ആഡ് ചെയ്യേണ്ടത്. വെള്ളം നമ്മുടെ ഗ്രീൻ പീസിൻ്റെ തൊട്ട് മുകളിലായിട്ട് മാത്രം നിന്നാൽ മതി. ഇനി നമ്മൾ ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ സവാളയാണ് ഇട്ട് കൊടുക്കുന്നത്. കൂടെ തന്നെ നമ്മുടെ വെളുത്തുള്ളി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടി നമ്മൾ ഇതിൻ്റെ കൂടെ തന്നെ ഇപ്പോൾ ആഡ് ചെയ്യണം. അതിനുശേഷം നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഗ്രീൻ പീസ് ഇവിടെ നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഞാൻ കുക്കറിൽ ഒരു 3 വിസിലാണ് ഇതിന് കേൾപ്പിച്ചു കൊടുത്തത്. ഒരുപാട് കുക്കാവുന്നതും നല്ലതല്ല, അതങ്ങ് ഭയങ്കരമായിട്ടങ്ങ് വെന്തങ്ങ് കഞ്ഞി പോലെ ആയിപ്പോവും. അത്രയും ആവശ്യമില്ല സ്റ്റൂവിന്. ഇനി നമ്മൾ വെജിറ്റബിൾസ് കുക്ക് ചെയ്യും, അപ്പോൾ വീണ്ടും കുറച്ചും കൂടി നമ്മുടെ ഗ്രീൻ പീസ് ഒന്നും കൂടെ കുക്കായി കിട്ടും. ഇനി നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ വെജിറ്റബിൾസ് ആഡ് ചെയ്ത് കൊടുക്കാം. പൊട്ടറ്റോ, പിന്നീട് നമ്മൾക്കിതിലേക്ക് ക്യാരറ്റ്, നമ്മളുടെ ബീൻസ്, പച്ചമുളക്, പിന്നീട് ലാസ്റ്റിൽ തക്കാളിയും കൂടി ഇട്ടതിന് ശേഷം നമുക്കൊരു 1/2 കപ്പ് വെള്ളവും കൂടെ ഒഴിക്കാം. എന്നിട്ട് വീണ്ടും നമുക്കിതൊന്ന് ഒറ്റ വിസിൽ മാത്രം കേട്ടാൽ മതി. വെജിറ്റബിൾസിനധികം കുക്കിംഗ് ടൈം ഉള്ളതല്ല. എന്നിട്ട് നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഒരു വിസിലിന് ശേഷം നമ്മുടെ വെജിറ്റബിൾസും ഗ്രീൻ പീസും കുക്കായിട്ടുണ്ട്. ഞാനിനി അതൊരു പാനിലേക്കാണ് മാറ്റുന്നത്. നിങ്ങൾക്ക് കുക്കറിൽ തന്നെ കുക്ക് ചെയ്തെടുത്താൽ മതിയെങ്കിൽ വേറൊരു സെപ്പറേറ്റ് പാനിലേക്ക് മാറ്റേണ്ട ആവശ്യമൊന്നുമില്ല. ഞാനിപ്പോൾ ഒരു പാനിലേക്ക് ഇത് വെന്തിരിക്കുന്ന നമ്മുടെ ഗ്രീൻ പീസും വെജിറ്റബിൾസും കൂടെ മാറ്റുവാണ്. ഇനി ഇതിലേക്ക് ഞാനൊരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. ഞാനൊരു ഗ്രീൻ പീസ് എടുത്ത് കഴിച്ച് നോക്കിയായിരുന്നു, ഒരല്പം ഉപ്പ് കുറവുണ്ട്. അത് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമ്മൾ ചേർത്താൽ മതി. ഇനി ഞാൻ ഇതിലേക്കൊരു കപ്പ് നേർത്ത തേങ്ങാപ്പാൽ, അതായത് 1/4 പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഫ്രഷ് തേങ്ങാപ്പാൽ ഇല്ലെങ്കിൽ കോക്കനട്ട് പൗഡർ ഒരു 1.5 ടേബിൾ സ്പൂൺ ഒരു കപ്പ് പാലിൽ ഒന്ന് കലക്കിയിട്ട് തിന്നാക്കിയിട്ട് നിങ്ങൾ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഫ്രഷായിട്ട് പൊടിച്ചെടുക്കുകയാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. ഇനി നമുക്കിത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഒരു മീഡിയം തീയിൽ ഒരു 3-4 മിനിറ്റ് ഒന്ന് നമുക്ക് നമ്മുടെ പാൻ അടച്ചു വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്യാം. ഒരു 4-5 മിനിറ്റ് കഴിഞ്ഞു. നമ്മുടെ കറി നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. ഇപ്പോഴും ഞാനതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കുവാണ്. ഇനി നമുക്കിതിൻ്റെ തീ ഒരല്പം കുറയ്ക്കാം. എന്നിട്ട് അതിൻ്റെ ചാറൊന്ന് ഞാൻ എടുത്ത് നോക്കുവാണ്. കണ്ടില്ലേ, അതൊരു തിന്നായിട്ടുള്ളൊരു കൺസിസ്റ്റൻസിയാണ്. അപ്പോൾ നമ്മുടെ ചാറൊന്ന് കുറുകാൻ വേണ്ടി നമ്മുടെ കറിയിലുള്ള ഉരുളൻകിഴങ്ങ് പീസ് ഞാനൊന്ന് തവി കൊണ്ടൊന്ന് ഉടച്ചിങ്ങനെ ചേർക്കുകയാണ്. അപ്പോൾ നമ്മുടെ കറി ഒന്ന് നല്ലതുപോലെ ഒന്ന് കുറുകിക്കോളും. ഇനി നമുക്ക് ഈ കറിയിലേക്ക് ചേർക്കാനുള്ളത് 1/4 പാലാണ്. 1/4 പാൽ ഒരു 3/4 കപ്പോളം ഉണ്ട്. അത് നമ്മൾക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം തീ ഒരല്പം കൂട്ടി വെച്ചിട്ട് നല്ലതുപോലെ ഇളക്കിക്കൊണ്ടേയിരിക്കാം. കാരണം തിളയ്ക്കണ്ട, പക്ഷേ കറി നല്ലതുപോലെ ചൂടാവണം. അപ്പോൾ നല്ലതുപോലെ ആവി ഒക്കെ മുകളിൽ നിന്ന് വന്ന് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാകും നമ്മുടെ കറി നന്നായിട്ട് തിളച്ചിട്ടുണ്ടെന്ന്. ഇനി നമുക്ക് ലാസ്റ്റിൽ ചെയ്ത് കൊടുക്കാനുള്ളത് കുറച്ച് ഉള്ളി മൂപ്പിച്ച് ചേർക്കുക എന്നതാണ്.
സാധാരണ കറികൾക്കൊക്കെ ചേർക്കുന്നത് പോലെ നമ്മളിതിൽ കടുക് പൊട്ടിക്കുന്നില്ല. ഓയിലിന് പകരം നമ്മളിവിടെ ഒരു 1.5 ടേബിൾ സ്പൂൺ നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത്. നെയ്യിൽ നമ്മൾ സവാളയാണ് മൂപ്പിച്ച് ചേർക്കുന്നത്, കുഞ്ഞുള്ളിയല്ല. ഒരു ചെറിയ സവാളയുടെ ഒരു ചെറിയ പീസ് മതി. അത് നന്നായിട്ട് അരിഞ്ഞതിന് ശേഷം കറിവേപ്പിലയും ഇട്ടിട്ട് നല്ലതുപോലെ നമുക്ക് മൂപ്പിച്ചെടുക്കാം. വറ്റൽമുളക് ചേർക്കേണ്ടവർക്ക് ചേർക്കാൻ കുഴപ്പമില്ല. അത് നല്ലതുപോലെ ഒരു ബ്രൗണിഷ് കളറാകുമ്പം അത് മൂപ്പിച്ച് നമുക്ക് നമ്മുടെ കറിയിലേക്ക് ഒഴിക്കാം. അപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡിയായി കഴിഞ്ഞു. നിങ്ങളെല്ലാവരും ഈ മെത്തേഡിലൊന്ന് ഗ്രീൻ പീസ് കറി ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ വന്ന് അറിയിക്കാനും മറക്കരുത്. നിങ്ങൾ നിങ്ങളുടെ ഫാമിലിക്ക്, ഫ്രണ്ട്സിനും ഒക്കെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ മറ്റൊരു ഡിഷുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ ഫ്രം ഷേർലീസ് മൈക്രോ കിച്ചൻ.